ബി.പി. ജെയിംസിലേക്ക്. ബി.പി. ജെയിംസ്, വെൽക്കം ബാക്ക്. താങ്ക് യു എസ്. ഇസ്രായേലിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു. പ്രത്യേകിച്ച് ഈ 6 പേരുടെ ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം ഇസ്രായേലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ 10,000-കണക്കിന് ആൾക്കാരാണ് പ്രതിഷേധവുമായിട്ട്, പ്രത്യേകിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. 6 മഞ്ഞ റീത്തുകൾ വെച്ച് വി ആർ സോറി, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത ഇറങ്ങുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നടത്തിയ പണിമുടക്കിൽ ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയുടെ കസേര ഇളകുകയാണ്. അദ്ദേഹം ഗസയിൽ വലിയ ആക്രമണം നടത്തി. ഇപ്പോൾ മരണസംഖ്യ 41,000-ന് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ ചൊല്ലി തന്നെ വെസ്റ്റ് ബാങ്കിലും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കുടിയേറ്റങ്ങൾ, പലസ്തീൻ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെ കുടിയേറ്റക്കാർ കയ്യേറിയിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് BBC തന്നെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇസ്രായേൽ ഇതൊക്കെയാണ് സംഭവവികാസങ്ങൾ എങ്കിൽ ഉക്രൈനിൽ വലിയ ആക്രമണം ഈ മണിക്കൂറുകളിൽ നടത്തിയിരിക്കുകയാണ് റഷ്യ. അത് ഒരു തരത്തിൽ പ്രത്യാക്രമണമാണ്. കഴിഞ്ഞ ദിവസം 200ഓളം ഡ്രോണുകളുമായി മോസ്കോയിലും പല നഗരങ്ങളിലും റഷ്യയുടെ മണ്ണിൽ കയറി വലിയ ആക്രമണം നടത്തിയിരുന്നു ഉക്രൈൻ സേന. അതിന് മറുപടി എന്നോണം ഉക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവ് അടക്കം, കാർക്കീവ്, ഡോൺബാസിലെ ഡോണറ്റ്സ്ക്, അതുപോലെ ലുഹാൻസ്ക് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള മിസൈൽ വർഷമാണ്. ബാലിസ്റ്റിക് മിസൈൽ അടക്കം അതിൽ ഭൂരിപക്ഷം മിസൈലുകളും ഉക്രൈൻ മിസൈൽ വേദക സംവിധാനം വെച്ച് അവർ തകർത്തു. പക്ഷേ അത് വീണയിടത്ത് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. റഷ്യയുടെ വലിയ മുന്നറിയിപ്പും നിൽക്കുകയാണ്. റഷ്യയുടെ മണ്ണിൽ നിന്ന് ഉക്രൈൻ സേന പിന്മാറിയില്ലെങ്കിൽ ആണവ പ്രയോഗമടക്കം ചെയ്യേണ്ടി വരുമെന്ന് റഷ്യയുടെ വലിയ രീതിയിലുള്ള പ്രതികരണമുണ്ട്. പുടിൻ വല്ലാതെ അസ്വസ്ഥനാണ്. പാശ്ചാത്യ ശക്തികൾക്കും ആശങ്കയുണ്ട്. കാരണം 50%-ലേറെ ആയുധങ്ങൾ, ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലാണ്. ജെയിംസ്, മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ആരംഭിക്കുന്നു എന്ന വാർത്തയുടെ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഒരുപക്ഷെ ഈ യുദ്ധത്തിൻ്റെയൊക്കെ നടുവിൽ അല്പം ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 88 തികയാൻ പോകുന്ന മാർപ്പാപ്പ, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് 12 ദിവസം നീളുന്ന ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള, ഓഷ്യാനിയം ഉണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്ര. അദ്ദേഹം ഇന്ന് വിമാനം ഇറങ്ങുന്നത് ഇന്തോനേഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളുള്ള രാജ്യമായിട്ട് അറിയപ്പെടുന്നതാണ് ഇന്തോനേഷ്യ. അവിടെ അദ്ദേഹം ഇറങ്ങുന്നത് തന്നെ വലിയ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്. അദ്ദേഹം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ദേവാലയം സന്ദർശിക്കുന്നു. എന്നുമാത്രമല്ല, അവിടുത്തെ ഗ്രാൻഡ് ഇമാമായിട്ട് അറിയപ്പെടുന്ന ഉമർ നസ്രുദ്ദീനുമായി ചേർന്ന് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് ടണലിലൂടെ യാത്ര ചെയ്യുന്നു. സൗഹൃദത്തിൻ്റെ തുരങ്കം എന്നാണ് അറിയപ്പെടുന്നത്. മുസ്ലിം ദേവാലയത്തിൽ നിന്ന് മാർപ്പാപ്പയുടെ കത്തോലിക്ക കത്തീഡ്രലിലേക്ക് ആണ് ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. ഇസ്ലാം, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ഒരു പാലം എന്ന രീതിയിലാണ് ഈ തുരങ്കത്തെ അറിയപ്പെടുന്ന. ആ തുരങ്കത്തിലൂടെ മാർപ്പാപ്പ ഇന്ന് യാത്ര ചെയ്യും. ഒരുപക്ഷെ ഒരു വലിയ ഇന്റർഫെയ്ത്ത് ഡയലോഗ് ഇതിനു വേണ്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അവിടെ നിന്ന് ഈസ്റ്റ് തിമോർ, പപ്പ ന്യൂ ഗിനിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ എത്തുന്നുണ്ട്. സിംഗപ്പൂരിലെ ജെയിംസ് പോലീസിനുണ്ടായിട്ടുണ്ട്. ബി.പി. ജെയിംസ്, വിദേശ വാർത്തകൾ നാളെ.